എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിൽ അനീഷിനെ അറിയാലോ അല്ലേ? ഇപ്പോൾ 2 ദിവസമായിട്ട് ബിഗ് ബോസിലെ അനീഷും അനുമോളും തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് ഏകദേശം 4 മാസമായി. പക്ഷേ ഇപ്പോഴും അനീഷിൻ്റെ ആ ഒരു 2ാം സ്ഥാനം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷനിൽ അനീഷിനും അവാർഡ് ഉണ്ടായിരുന്നു, അനുമോൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു, അതുപോലെ സോഷ്യൽ മീഡിയ സ്റ്റാറുകളായിട്ടുള്ള ആൾക്കാർക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അനീഷും അനുമോളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ അവാർഡൊക്കെ മേടിച്ചതിന് ശേഷം അനീഷ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. പ്രശ്നം ഇൻ ദ സെൻസ്, രണ്ടുപേരും തമ്മിൽ സോഷ്യൽ മീഡിയ കൂടി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി സ്റ്റോറി ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശരിക്കും ഇത് തുടങ്ങി വെച്ചത് അനീഷാണ്. ഈ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് തന്നെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്, പക്ഷേ അനുമോൾ കപ്പടിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കപ്പ് ഇപ്പം ഒരു ഷോയാണ്, ആർക്കായാലും കപ്പ് ഒരാൾക്ക് കിട്ടിയല്ലേ പറ്റുള്ളൂ. അനുമോൾക്ക് കിട്ടി. അപ്പം പി ആറിൻ്റെ ഭാഗമാണ്. ആ പി ആറിൻ്റെ ഭാഗമായിക്കോട്ടെ, അതല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അനുമോൾക്ക് കപ്പടിച്ചു. സീസൺ 7 വിന്നർ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അന്ന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കുള്ള അനീഷ് എന്താണ്. ആ ഷോ നടക്കുമ്പോൾ തന്നെ അനീഷിൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തോന്നിയിരുന്നു, ഇതൊരു ഫേക്ക് അല്ലേ, ഒരു ഫേക്ക് പേഴ്സൺ അല്ലേ. കാര്യം ഷോയിൽ വന്ന സമയം മുതൽ അനീഷ് കാണിച്ചിരുന്ന ഓരോ ആക്റ്റും ഒരു തരം അവിടെ നിൽക്കാൻ വേണ്ടി ഉള്ള ഒരു ഡ്രാമ തന്നെ അല്ലേ. ഇനി അവിടെ വന്ന എല്ലാവരും അഭിനയിച്ച് തന്നെയാണ് നിന്നത്. ഒരാളും ജെന്യൂൻ അല്ലായിരുന്നു. എല്ലാവരും ഇപ്പം അനുമോളായിക്കോട്ടെ അല്ലെങ്കിൽ അനീഷ് ആയിക്കോട്ടെ, മറ്റു ഓരോ വ്യക്തികളും സന്ദർഭത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. അതിന് ഒരു സംശയവും വേണ്ട. പക്ഷേ അതിൽ കുറച്ച് അധികം നിറം മാറിയത് അനീഷാണെന്ന് മാത്രം. ആദ്യം ഒറ്റയാനാവുന്നു, പിന്നെ നന്മമരം കളിക്കുന്നു, അത് കഴിഞ്ഞ് പ്രണയം പ്രപ്പോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്ത ആൾക്കൊരു അപകടം വരുമ്പോഴേക്കും തിരിഞ്ഞു പോലും നോക്കാതെ മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിറം മാറിക്കൊണ്ടിരുന്നത് അനീഷിനാണ്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഇവർ ഈ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഈ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ട് നോക്കാം, അനീഷും അനുമോളും. അതിനുശേഷം അനീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അവിടെ മുതലാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു പോട്ടി തുടങ്ങുന്നത്. ആദ്യം നമുക്ക് അനീഷിനെ തന്നെ കാണാം. നമ്മളൊരു ഷോയില് പോയിട്ട് ആ ഷോയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്റ്റാർ ഇവന്റിൽ എനിക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എന്നെങ്കിലും എനിക്കും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടണം എന്നുള്ളത്. ഭാഗ്യവശാൽ എനിക്ക് ഈ കൊല്ലം ഈ അവാർഡ് കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഡബിൾ സന്തോഷം. അതെ, ഒരു ആഡഡ് ബോണസ് ആണ്. അനീഷിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സംസാരത്തിൽ കുറച്ചധികം ആക്റ്റീവായിട്ടുണ്ട്, ഡ്രസ്സിങ്ങിൽ ആക്റ്റീവായിട്ടുണ്ട്. മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര സൈലന്റ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്. അതിൽ അനീഷിന് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു മാറ്റം. അത് ജനങ്ങളിലൂടെ ഉണ്ടായൊരു മാറ്റമായിരിക്കും, ജനങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റമായിരിക്കും. ചിലപ്പോൾ മുൻപ് തന്നെ അനീഷ് ഇങ്ങനെ ആയിരിക്കും, അത് ഈ ഷോയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിയതോ അല്ലെങ്കിൽ കുറച്ച് ഗൗരവക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അനുമോളുടെ കാണാം. കാരണം മൈൽ സ്റ്റോൺ മീഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. കാരണം എൻ്റെ ഈ പറയുന്ന യാത്രയിലെ പ്രധാന ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലിയാണ് ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൈൽ സ്റ്റോൺ മീഡിയ എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം, എൻ്റെ സന്തോഷം, എൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്തൊരു ഒരു ചാനലാണ് നമ്മുടെ മൈൽ സ്റ്റോൺ മീഡിയ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും സന്തോഷവും മാത്രമാണ്, സന്തോഷവും സ്നേഹവുമാണ് എനിക്ക് എപ്പോഴും അവരോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു നമ്മുടെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെയും താങ്കൾ എല്ലാവർക്കും അറിയാം, സീരിയൽസിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും ആൽബംസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് പോലെ ആ ഒരു അത്രയും ഹ്യൂജ് ആയിട്ടുള്ള അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോയിലൂടെയും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബിഗ് ബോസിലൂടെ വന്നപ്പോഴത്തേക്കും അതിൽ കിട്ടിയൊരു എക്സ്പോഷർ ഇസ് വെരി ഡിഫറെന്റ് അല്ലേ? ഒരുപാട് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ഒരു വിന്നർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, അതിനകത്ത് വരുന്ന 25 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു അംഗീകാരം തന്നെയാണ് കിട്ടുന്നത്. അതിൽ നിന്നും നല്ലൊരു പേര് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ സീസൺ 7 മാത്രമല്ല, ഫസ്റ്റ് സീസൺ മുതൽ ഇതുവരെയുള്ള എല്ലാവർക്കും ഇതുപോലുള്ള നല്ല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നല്ല പേരും കിട്ടിയിട്ടുണ്ട്. എന്താണ് ഞാൻ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്, അനുമോളെ തന്നെ പൊക്കി പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. എനിക്കറിയുന്ന ഒരാളാണ്, പേഴ്സണലി കണ്ടു കഴിഞ്ഞാൽ ചേട്ടാ എന്ന് വിളിച്ച് ഓടി വരുന്നൊരു കുട്ടിയാണ്. ശരിക്കും ആ കുട്ടി എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്. ആരോടും വരെ വലിപ്പച്ചെറുപ്പം നോക്കി അല്ല പെരുമാറുന്നത്. ഞാൻ അനുമോളി കാണുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരാളെക്കുറിച്ചും അനുമോൾ ആരോടും മോശമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അനുമോൾ വളരെ മോശമായിട്ട് ഇന്ന ആളെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.
എനിക്കൊന്ന് അറിയാൻ വേണ്ടി, കാരണം ഞാനത് കണ്ടിട്ടില്ല. ഏതൊരു വീഡിയോ അനുമോളുടെ അടുത്ത് നോക്കിയാലും അനുമോള് ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രേണു സുധി അനുമോള് ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം കോൺടാക്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് പിന്നീട് അവിടെ ഫംഗ്ഷന് അനുമോൾ പോയിരുന്നോ എന്ന ലെവലൊക്കെ ചോദിച്ച് അനുവിനൊന്ന് ചവിട്ടി താഴ്ത്താൻ നോക്കി. പക്ഷേ അവിടെ മറുപടി അനു അവിടെ തിരിച്ചു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അവർക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാറി അനു സംസാരിച്ചു. പറഞ്ഞു വന്നത് അനു ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എവിടെയും ഒരു കാര്യത്തിനും. ആദില നൂറുടെ വിഷയം വന്നപ്പോഴും അനു അവർ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കത് മാറാൻ സമയമെടുക്കും, അവരോടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്താൻ എനിക്ക് ടൈം എടുക്കും, ഹീലാവാൻ ടൈം എടുക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശൈത്യയെക്കുറിച്ചും അനു കുറ്റം പറയുന്നില്ല. ഒരാളെക്കുറിച്ചും അനു കുറ്റം പറഞ്ഞായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇവിടെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ഈ അവാർഡ് മേടിച്ചതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ആ അവാർഡ് അനീഷിന് കൊടുത്തത് അനുവും പ്രിയങ്ക എന്ന് പറയുന്ന ആർട്ടിസ്റ്റും കൂടിയാണ്, സിനിമാ സീരിയൽ ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് അവാർഡ് കൊടുത്തത്. ഈ രണ്ടുപേരുടെ കൂടെ അനീഷ് വേദി പങ്കിടുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് എഴുതിയേക്കുന്ന പോസ്റ്റ് ഒരു ക്യാപ്ഷൻ, പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അനീഷ് ഏട്ടൻ. ഇതാണ് ആ ഒരു പോസ്റ്റ്. ഞാൻ ചോദിച്ചോട്ടെ, അറ്റ്ലീസ്റ്റ് അനുമോളെ ഒരു വിന്നറായിട്ട് അനീഷിന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയാമല്ലോ. അതും വേണ്ട, ബിഗ് ബോസിനെ കണക്ട് ചെയ്യേ വേണ്ട. അനുമോള് സീരിയൽ മാത്രമല്ല, അനുമോള് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അനീഷിന് അവിടെ എഴുതി ചേർക്കാമായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കോംപ്ലക്സ് കിടക്കുകയാണ്. കപ്പ് എനിക്ക് കിട്ടേണ്ടതായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കോംപ്ലക്സ് ഇപ്പോഴും ഈ സീസൺ കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും അനീഷിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മീഡിയയുടെ മുന്നിൽ വരുമ്പോഴേക്കും അവാർഡ് എനിക്ക് 2ാം സ്ഥാനമാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഞാൻ സ്ഥാനം പിടിച്ചല്ലോ എന്ന രീതിയിൽ അനീഷ് താളം ചവിട്ടുന്നത്. അതല്ലാതെ അനീഷിന് ഇപ്പോഴും ആ കോംപ്ലക്സ് ഉള്ളിൽ കിടപ്പുണ്ട്. റിയൽ അനീഷ് എന്താണെന്നുള്ളത് ദേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു, അനു ഇതുവരെയും ഒരാളെക്കുറിച്ചും, ഇടയ്ക്കൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു, മൈക്കും കൊണ്ട് ആരോ അനുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സംസാരിക്കാൻ വന്നപ്പം അങ്ങോട്ട് കൊടുക്കുന്ന ലെവലിൽ കണ്ണ് കാണിച്ച് ആക്ഷൻ കാണിക്കുന്ന ഒരു സീൻ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് അനു അനീഷിനെ പരിഗണിച്ചിരുന്നത്. ആ ഒരു റെസ്പെക്ട് അനു അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരിച്ച് അനീഷ് കാണിച്ചത് ഇങ്ങനെയാണ്. ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരു വ്യക്തിയെ ഇതിൽ പരം ഇൻസൾട്ട് ചെയ്യാൻ വേറെ ഒരു വാക്കുകളുണ്ടാവില്ല. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളും. ഞാൻ ചോദിച്ചോട്ടെ, അനീഷിനെ കാണുന്നത് അത്രയും ചെറുതായിട്ടാണോ? ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അവാർഡ് തരാനും മാത്രം തരംതാണ ഒരു വ്യക്തിയാണോ അനീഷ്? അങ്ങനെയാണ് അനീഷിനെ കാണുന്നത്? അല്ല, അനീഷിൻ്റെ ചിന്താഗതി അങ്ങനെയാണെന്ന് തോന്നുന്നു. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അത്രയും ചെറിയ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ കൊണ്ട് എനിക്ക് അവാർഡ് തന്നു. ശരിക്കും അനീഷ് ഇൻസൾട്ട് ചെയ്തത് അനുവിനെ മാത്രമല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെയും കൂടിയാണ്. വലിയ വലിയ വാചകം പറഞ്ഞു, എനിക്ക് ഈ അവാർഡ് ഞാൻ സ്വപ്നം കണ്ട അവാർഡാണ്, ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിരുന്നപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതെനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ അനീഷ് ഒരാളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ആരെയാ? പ്രിയങ്കേനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച വ്യക്തി മറ്റേ ആളെ എത്രമാത്രം താഴ്ത്താൻ പറ്റുമോ അത്രമാത്രം താഴ്ത്തി ചവിട്ടിയിരിക്കുന്നു. ഇത് അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തു വരുന്നതാണ്. അല്ലെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ എനിക്കത് അംഗീകരിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇതിലൂടെ അനീഷ് ശരിക്കും സ്വയം ചെറുതാവുകയാണ്. ഞാൻ അതേ പറയുള്ളൂ. അനു അവിടെ ചെറുതാവുന്നില്ല. TV പ്രോഗ്രാമുകളിൽ കോമഡി ചെയ്യുന്ന ഒരു താരത്തെ കൊണ്ട് മാത്രം അവാർഡ് തരാനുള്ള ക്വാളിറ്റി അനീഷിൻ്റെ ഉള്ളൂ എന്ന് അനീഷ് തന്നെ അവിടെ പ്രൂവ് ചെയ്യുകയാണ്. ടെലിവിഷനിൽ കോമഡി ചെയ്യുന്ന ആൾക്കാരെ താഴ്ത്തി പറയുന്നതല്ല. പക്ഷെ അനീഷിൻ്റെ ചിന്താഗതി അങ്ങനെയാണ് അനീഷ് ചിന്തിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ, എൻ്റെ കണ്ടസ്റ്റന്റ് എന്നൊരു വാക്ക് അനീഷ് പറയുമായിരുന്നു. അനീഷിന് ഈ പറയുന്ന ജലസി ഇല്ലായിരുന്നുവെങ്കിൽ. നല്ല അസൂയുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ പിന്നാലെ അനുമോളുടെ കുറച്ച് സ്റ്റോറികൾ വന്നിട്ടുണ്ട്. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. ശരിയാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഷോ കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞു, പ്രോഗ്രാം ഒരാൾ വിൻ ചെയ്തു, ആൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ആൾ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അയ്യോ അവൾ കപ്പടിച്ചെന്ന് പറഞ്ഞിട്ട്. അടുത്ത സീസൺ വരെ വരാറായി. ശരിക്കും മനീഷ് സ്വയം തൻ്റെ എന്താ പറയുക യഥാർത്ഥ ക്യാരക്ടർ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള ജിൻഡോ 1 വർഷമൊക്കെ എടുത്തു ജിൻഡോയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷേ അനീഷ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് തിരി കൊളുത്തി തുടങ്ങി. ബാക്കി കാണാം. ഒരാളുടെ മൂല്യം കുറച്ച് എഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ച് എഴുതാൻ ആരാലും കഴിയില്ല. അനു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വന്നിട്ടല്ല ഫെയിം ആയത്. അത് മനസ്സിലാക്കാതെ ഇപ്പോഴും നേരെ വെളുത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ അനുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഏകദേശം 1 മില്യൺ മേളിൽ
ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അനുവിനുണ്ട്. അതിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും അനു എന്ന് പറയുന്ന വ്യക്തിനെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര പി ആർ എന്ന് പറഞ്ഞാലും എത്രയൊക്കെ പി ആർ എന്ന് പറഞ്ഞാലും അപ്പോൾ ഈ വോട്ട് ചെയ്ത സാധാരണക്കാരായി 16 ലക്ഷം വോട്ടിൻ്റെ ഒരു പിന്തുണയിലാണ് അനു ജയിച്ചതെന്ന് ഏഷ്യാനെറ്റ് സമ്മതിക്കുന്നുണ്ട്. 16 ലക്ഷം വോട്ടിൻ്റെ ഒരു 5 ലക്ഷം വോട്ടൊക്കെ പൈസ കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ ബാക്കി 11 ലക്ഷം വോട്ടോ? എന്തുവാണ് ലക്ഷത്തിനൊന്നും വിലയില്ലേ? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. അടുത്ത സ്റ്റോറി. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും. പക്ഷേ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. ഇവിടെ അനീഷ് ചെയ്തത് അത് തന്നെയാണ്. അനുവിനെ എത്ര താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തിയാണ് അവിടെ എഴുതിയേക്കുന്നത്. നാണമില്ലേ അനീഷേ? നാണമില്ലേ? ഒന്നുമില്ലെങ്കിലും താൻ വലിയ ബുക്കിസ്റ്റാണ്, ബുക്കുകൾ വായിക്കുന്ന ഒരാളാണ്, പഠിപ്പിസ്റ്റാണെന്ന് പറയുന്നു. ഒരല്പമെങ്കിലും ഒരു നാണം വേണ്ടേ ഇങ്ങനൊരു എഴുത്തെഴുതുമ്പോൾ? സമ്മതിക്കണം, എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരാലും സാധിക്കില്ല. ഓഫ് കോഴ്സ്, എനിക്കതേ പറയാനുള്ളൂ. ആ കുട്ടി ജയിച്ചു, അത് അംഗീകരിക്കുക. ഇപ്പോഴും അത് അംഗീകരിക്കാതെ നേരം വെളുത്തില്ലെന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും പറയാനില്ല. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ശരിയാണ്, പലരും പറഞ്ഞു അനുമോള് ആയരനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അവരുടെ റോഡ് ഷോ നടത്തുന്ന സമയത്ത് ആൾ കുറവായിരുന്നു. ഈ ജയിച്ചതിന് ശേഷം ആൾ കുറവായിരുന്നു. അനുമോൾ ആ പ്രോഗ്രാം നടത്തിയത് അനുമോളുടെ നാട് ആയരനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അത് ട്രിവാൻഡ്രം ടൗണിൽ നിന്ന് എത്രയോ കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു ഒരു 18-20 കിലോമീറ്റർ മാറി ഉള്ളൊരു റിമോട്ട് ഏരിയ ആണ്. അവിടെ ആളും പേരില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു ഗ്രാമമാണ്. ആ നാട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുക്കുന്നത്. അതേസമയം ട്രിവാൻഡ്രം സിറ്റിയിലാണ് അനുമോൾ ആ പ്രോഗ്രാം വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനുമോളുടെ ആ ഒരു വിജയാഘോഷം വെച്ചിരുന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് അന്ന് ബ്ലോക്ക് ആവുമായിരുന്നു. നിങ്ങൾ അനീഷിൻ്റെ കാര്യം പറഞ്ഞു, അനീഷ് തൃശ്ശൂർ ടൗൺ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടൗൺ അന്ന് ബ്ലോക്ക് ആവുമായിരുന്നു, യാതൊരു സംശയവും വേണ്ട. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പി ആർ കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. ഇത്രേ എനിക്കും പറയാനുള്ളൂ. കാരണം ആ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടി. ട്രോഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാറായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രൈസ് മണി ആയിക്കോട്ടെ, ഇതെല്ലാം ആ കുട്ടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്തിനാണ് ഇനി കരയുന്നത്? അത് കഴിഞ്ഞു, അത് വിട്. നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോ. ഇപ്പോഴും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കല്ലേ, അത് നാണക്കേടാണ്. മാസങ്ങൾ കഴിഞ്ഞു ആ ഷോ കഴിഞ്ഞിട്ട്, അടുത്ത സീസൺ വരാറായി. സീസൺ ഉണ്ടെങ്കിൽ അടുത്ത സീസൺ വരാൻ സമയമായി. ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. മീഡിയയുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതല്ല കാര്യം, നമ്മുടെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കണം. ഇത് അനീഷിന് ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വ്യക്തമായ എക്സാമ്പിളാണ് അനീഷിൻ്റെ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സംശയവും വേണ്ട. അടുത്തത് കുറച്ച് മുട്ടകളുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു മുട്ട എടുക്കട്ടെ എന്ന് അനുമോൾ ചോദിച്ചിട്ടുണ്ട്. ക്ഷീണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞ് അനീഷിൻ്റെ മറുപടി. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് പി ആറുകളും പെയ്ഡ് പി ആറുകളും രക്ഷയ്ക്കെത്തട്ടെ. ഏഷ്യാനെറ്റ് എന്താ അത്ര ചെറിയ ചാനലാണോ? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പെയ്ഡ് പി ആർ, റോബോട്ടിക് പി ആർ, ആരെങ്കിലും നാളെ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര വോട്ടുകളാണ് അനുമോൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എത്ര വോട്ടുകളാണ് അനീഷിന് കിട്ടിയത്, അത് കാണിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ? അതിനകത്ത് അവർക്ക് കള്ളം കാണിക്കാൻ പറ്റുമോ? വോട്ട് കിട്ടിയിട്ടാണല്ലോ ജയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് വോട്ടൊക്കെ മേടിക്കാൻ അതിനുള്ള കപ്പാസിറ്റി അനുവിനുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എന്താ പറയുക, ഈ ഷോയ്ക്ക് പോയിട്ട് ഇത്രയും നാണുകടേണ്ട കാര്യമില്ല. പി ആർ കൊടുത്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പി ആർ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ പറയുന്ന ലക്ഷങ്ങളുടെ പി ആറിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, കൊടുത്തിട്ടുണ്ടാവും. അവിടെ ആർക്കാ പി ആർ ഇല്ലാതിരുന്നത്? അനീഷിന് പി ആർ ഇല്ലായിരുന്നോ? ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്ന അനീഷിന് പി ആർ ഇല്ലായിരുന്നോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അനീഷിന് അറിയില്ലായിരിക്കും, പക്ഷേ അനീഷിന് പി ആർ ഉണ്ടായിരുന്നു. അനീഷ് പുറത്തിറങ്ങിയ ശേഷമായിരിക്കും അത് അറിഞ്ഞിട്ടുണ്ടാവുക. അടുത്തത്, ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ ലേശ ഒളുപ്പ് വേണം, ലേശ ഒളുപ്പ്. താൻ തന്നെ അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞിട്ട് മേടിക്കേണ്ടതെല്ലാം മേടിച്ചിട്ട് പിന്നെ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടിയാണ് അനീഷ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെയും പറയാം, ഷോ കഴിഞ്ഞു, നിങ്ങൾ നിർത്ത്. ഇത് ആരെ ബോധിപ്പിക്കാനാണ്? നിങ്ങളും ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ രാജാവാണ്, നിങ്ങൾ കിങ് ആണ്, അനീഷ് ഏട്ടൻ ഉയിർ എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ഈ പറഞ്ഞ പോസ്റ്റുകളുടെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. നിങ്ങളെ സ്നേഹിച്ചവരെ തന്നെ നിങ്ങൾ വെറുപ്പിക്കാതിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും റിയൽ അനീഷ് എന്താണെന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലാവും. നിങ്ങൾ എഴുതി വെച്ചോ, വിത്തിൻ 1 ഇയർ അനീഷ് എക്സ്പോസ്ഡ് ആയിരിക്കും. എന്താണ് അനീഷിൻ്റെ മനസ്സിലുള്ളത്? ശരിക്കും ജിൻഡോ എക്സ്പോസ്ഡ് ആയതുപോലെ തന്നെ അനീഷും എക്സ്പോസ്ഡ് ആവും. ശരിക്കുള്ള അനീഷ് എന്താണെന്നുള്ളത് പുറത്ത് വന്നിരിക്കും, യാതൊരു സംശയവും വേണ്ട. എനിവേ, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അനീഷ് ബിഗ് ബോസ് ഹൗസിലൊരു ഫേക്ക് പേഴ്സൺ ആയിരുന്നു. ഇവിടെ പുറത്തിറങ്ങിയിട്ടും അനീഷ് പുറത്ത് സംസാരിക്കുന്നത്
അനീഷിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല. അത് അറിയണമെങ്കിൽ അനീഷിൻ്റെ സ്റ്റോറികളും പോസ്റ്റുകളൊക്കെ നോക്കിയാൽ മതി. അതല്ലാതെ മീഡിയയുടെ മുമ്പിൽ അനീഷ് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആരും വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി വേണം സപ്പോർട്ട് ചെയ്യാനെന്ന് മാത്രം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.